നമസ്കാരം. മലപ്പുറത്ത് അത്ഭുതമൊന്നും നടന്നില്ല. സജീവമായ അന്തർധാരകളെക്കുറിച്ച് താത്വിക അവലോകനങ്ങൾ തുടരുന്നു. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ലീഗിന് മലപ്പുറത്ത് മിന്നുന്ന വിജയം. അഹമ്മദിൻ്റെ ഭൂരിപക്ഷം മറികടന്നില്ലെങ്കിലും വോട്ട് കൂടി, വോട്ട് വിഹിതം കൂടിയതുമില്ല. സാമുദായിക ഘടകമില്ലെന്നും രാഷ്ട്രീയ വോട്ടാണെന്നും സ്ഥാപിക്കാൻ ലീഗ് ശ്രമിക്കുന്നുവെങ്കിലും പല സാമുദായിക പാർട്ടികളും കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിൻ്റെയും വെൽഫെയറിന് വോട്ട് ചെയ്തെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നന്നായി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും കുഞ്ഞാപ്പ തൂത്തുവാരി. വൻ ലീഡല്ലേ, 1,71,038 വോട്ട്, വൻ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. സഹോ നീ പോരിക്കടാ ജയിച്ച് കേറണ കാഴ്ച കാണടി കുഞ്ഞാപ്പ, ലീഗിന്റെ കോട്ട കാത്തടി കുഞ്ഞാപ്പ. ജയിച്ച് കേറണ കാഴ്ച കാണടി കുഞ്ഞാപ്പ, ലീഗിന്റെ കോട്ട കാത്തടി കുഞ്ഞാപ്പ. ഭൂരിപക്ഷം ഒന്നും കുറഞ്ഞിട്ടില്ല. UDF ഓരോ നിയോജക മണ്ഡലത്തിലും കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ UDF കൂടുതൽ വോട്ട് കിട്ടി. ഇത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP സർക്കാരിനും LDF സർക്കാരിനുമെതിരായിട്ടുള്ള മുന്നറിയിപ്പും താക്കീതുമാണിത്. മലപ്പുറത്തിൻ മനസ്സു നേടിയേ കുഞ്ഞാപ്പവൻ ഭൂരിപക്ഷത്തോടെ മിന്നിയേ കുഞ്ഞാപ്പ. കുഞ്ഞാപ്പ കുഞ്ഞാപ്പ നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ നമ്മെ അറിയും കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ലീഗിന്റെ ഓമന കുഞ്ഞാപ്പ. കേരളത്തിൽ വോട്ട് പൊളിറ്റിക്കലാണ്, അതാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഒന്ന് ഇവിടെ ഇല്ല. പൊളിറ്റിക്കലാണ്. ഞങ്ങൾ കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, LDFും കുറച്ച് പൊളിറ്റിക്കൽ കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ കാര്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് തെളിഞ്ഞു. എന്ന് പറഞ്ഞാൽ LDF പറയുന്നതൊക്കെ പാടെ തള്ളിക്കളഞ്ഞു എന്നല്ലല്ലോ. പക്ഷേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. കുഞ്ഞാപ്പ നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ നമ്മെ അറിയും കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ലീഗിന്റെ ഓമന കുഞ്ഞാപ്പ. താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെതിരായ പ്രതികൂല പ്രചാരണ ഘടകങ്ങൾ ഉണ്ടായിട്ടും ഇടതുമുന്നണി വോട്ടും വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പക്ഷേ നേടാനായില്ല. അഭിമാനിക്കാൻ വിജയം തന്നെ വേണം. ഹലോ കൃഷ്ണ, ഗംഗേടാ. ഒന്നുമില്ല, വെറുതെ ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ, ഒരു പിടുത്തൂല്ല ആരെയാന്ന്. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതമായി കാണുന്നില്ല. ഈ മണ്ഡലത്തിൻ്റെ പശ്ചാത്തലം UDFന് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF എടുത്ത ഒരു സമീപനം തികച്ചും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിച്ച് വർഗീയ സംഘടനകളെ ആകെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷ വർഗീയതയെ നന്നായി പ്രചരിപ്പിക്കുന്നതിനും അതിനനുകൂലമായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള വലിയ പരിശ്രമം അപകടകരമായ വിധത്തിൽ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്റെ എല്ലാം പോയടാ, ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. കൊടി പിടിക്ക് ജയി വിളിക്ക് ജയാരവം ഒന്നായി മുഴക്കി കണ്ടോ മോനെ കുഞ്ഞാപ്പാന്റെ പച്ചപ്പട പൊളിച്ചടുക്കി. ഹേ ഇത് കുഞ്ഞാപ്പട ഹേ, ഇവൻ സിംഗമട ഹേ, ഈ പച്ചപ്പട ഹേ കരുത്താടട. എട്ടും പൊട്ടും തിരിയാതെ സഖാക്കളോ കട്ടപ്പോഹാ. പരാജയമല്ല, മലപ്പുറത്ത് നേട്ടം എന്ന CPMൻ്റെ താത്വിക അവലോകനം പുറത്തു വന്നിട്ടുണ്ട്. കടപുഴകിയില്ല, പിടിച്ചു നിന്നു. പക്ഷേ കടന്നുകയറി മുന്നേറാനായില്ല. സ്വന്തം തട്ടകങ്ങളിലും കുഞ്ഞാപ്പ കടന്നുകയറി. സജീവമായ അന്തർധാരകൾ ലീഗിന് അനുകൂലമെന്ന് ചുരുക്കം.
താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇതൊരു തരത്തിലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തല്ല. കാരണം അവിടെ രണ്ടു കൂട്ടർ ശബ്ദിക്കാതിരുന്നിരുന്നു. ഒന്ന് SDPI, മറ്റൊന്ന് വെൽഫെയർ പാർട്ടി. അവരെല്ലാം കൂടി ചേർന്നിട്ടും UDFന് LDFൻ്റെ അത്ര നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്നത് അവർ പുറകോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. മനസ്സിലായില്ല. LDF വോട്ടിലും ശതമാനത്തിലും നല്ല വർധനവുണ്ടായി. എന്നാൽ UDFന് ആ രീതിയിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം BJPയുടെ വോട്ടിംഗ് ശതമാനം പുറകോട്ട് പോവുകയും ചെയ്തു. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? UDFന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷത്തിൽ 1,00,000 വോട്ട് കുറക്കാൻ കഴിഞ്ഞത് LDF നേടിയിട്ടുള്ളൊരു വിജയമാണ്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് 1,00,000-ലധികം വോട്ട് LDFന് വർദ്ധിച്ചു. കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? മിസ്റ്റർ അഹമ്മദിന് കിട്ടിയതിനേക്കാൾ 8% വോട്ട് കുറച്ചു മാത്രമേ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ് കിട്ടിയത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തൽ ആകുമെന്ന് പറഞ്ഞ് കോടിയേരി പുലിവാല് പിടിച്ചുവെങ്കിലും വീണിടത്ത് കിടന്ന് ഉരുളാൻ സ്കോപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കിട്ടിയല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിലയിരുത്തൽ ആകുമെന്ന് VSും പറഞ്ഞിരുന്നു. ശരിയാണ്, മലപ്പുറത്തെ ജനം 2 സർക്കാരുകളെയും വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നു. 10 മാസക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം, അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 മാസക്കാലത്തെ ഭരണത്തിന് ഏറ്റവും വലിയ മുഖമടച്ചുള്ളൊരടിയാണ് മലപ്പുറത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? നിങ്ങളൊക്കെ അങ്ങനെ കൂടി നിന്നാലോ? സഹായിക്കാൻ അല്പം കാറ്റ് കിട്ടാൻ ഒന്ന് മാറിക്കൊടുക്കും. മാറാൻ ദയവേത് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്കോ. ഞാൻ സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകും. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ കഴിയില്ല. ഇപ്പം പോളിറ്റ് ബ്യൂറോ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവരതിനെപ്പറ്റി ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കിട്ടിയ ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഇത്, യാതൊരു സംശയവുമില്ല. അപ്പൂട്ടനോട് സ്നേഹമുള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? മലപ്പുറത്ത് അത്ഭുതം കാട്ടുമെന്ന BJPയുടെ അവകാശവാദം സ്വപ്നം മാത്രമായി. നല്ല ഹലാൽ ബീഫ് നൽകാമെന്ന് പറഞ്ഞിട്ടും കാവി മലപ്പുറത്ത് പച്ചതൊട്ടില്ല. ദേശീയതലത്തിലെ BJPയുടെ മുന്നേറ്റം തുണയാകുമെന്ന പ്രതീക്ഷയും തകർന്നു. പിന്തുണ പ്രതീക്ഷിച്ച വിഭാഗം ജനങ്ങളും UDFനും LDFനും വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. ഹലാലല്ലാത്ത ഇറച്ചി ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ കഴിക്കില്ല. ഹലാലായ ഇറച്ചി കൊടുക്കും ഞാനിവിടെ. എല്ലാ അറവും നടക്കും. ഒരു അറവിനും ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ MP ആവട്ടെ. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി,
മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് കുഞ്ഞാലി സാഹിബിനുണ്ടായിട്ടുള്ളത്. കാരണം BJPയെ തടുക്കുക, BJPയെ പ്രതിരോധിക്കുക, അതിന് എല്ലാ മതരക്ഷക്തികളെ ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ്. അത് ചെറു പാർട്ടിയാവട്ടെ, വലിയ പാർട്ടിയാവട്ടെ, ദേശീയ പാർട്ടിയാവട്ടെ, എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് BJPക്കെതിരായി ബീഹാർ മോഡൽ പൊരുതണം എന്നുള്ളതാണ് ലീഗ് ആഗ്രഹിക്കുന്നത്, UDF ആഗ്രഹിക്കുന്നത്. അങ്ങനെ പവനായി ശവമായി ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. BJP സംബന്ധിച്ച് BJP നല്ല പ്രചരണമാണ് കാഴ്ചവെച്ചത്. അതിനനുസരിച്ച് BJP പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ കിട്ടിയിട്ടില്ലെങ്കിലും BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ വോട്ട് കൂട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കരഞ്ഞാൽ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന PK കുഞ്ഞാലിക്കുട്ടി അടുപ്പക്കാർക്ക് കുഞ്ഞാപ്പയാണ്. പാണ്ടിക്കടവത്ത് വീട്ടുകാർക്കും അടുപ്പക്കാർക്കും ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ വിളിപ്പേര് ഇന്ന് മലപ്പുറത്തെല്ലാം പ്രചാരത്തിലായി. പാർലമെൻറ്റിൽ മതേതര പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാനാണ് പാണക്കാട് തങ്ങൾ കുഞ്ഞാപ്പയെ ഡൽഹിയിലേക്ക് അയക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും മുസ്ലിം ജനസാമാന്യമുണ്ടെങ്കിലും മുസ്ലിം ലീഗ് കേരളത്തിൽ മലപ്പുറത്തു മാത്രം ചുരുങ്ങിപ്പോയതിന് കുഞ്ഞാപ്പ ഇനി ഹിന്ദി പഠിച്ചെങ്കിലും പരിഹാരം ഉണ്ടാക്കുമായിരിക്കും. ഏറ്റവും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എനിക്ക് നല്ലപോലെ അറിയാം. അവിടെ ചെന്ന് നാളെ ഒരു പട്ടുമെത്തയിൽ കിടക്കാനല്ല പോകുന്നത്, മുൾമുനയിലൂടെ നടക്കാനാണ് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അത് സാരമില്ല. ഇപ്പോ കുഞ്ഞാപ്പ പോണം എന്ന് തങ്ങൾ പറഞ്ഞാൽ ഞാൻ പോയിരിക്കും, യാതൊരു സംശയവും. പാർലമെന്റിൻ ശബ്ദമാകുവാൻ ധീരനാം മലപ്പുറത്ത് കാരനുണ്ടടി കുഞ്ഞാപ്പ. മേ ഈസ് ഈക്വൽ ടു ഹും, തും ഈസ് ഈക്വൽ ടു ഹോ. മേം കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേം കർത്താവായിരിക്കുമ്പോ ഹും ഹും, തും കർത്താവായിരിക്കുമ്പോ കുഞ്ഞാപ്പ കുഞ്ഞാപ്പ നമ്മുടെ സ്വന്തം കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ നമ്മെ അറിയും കുഞ്ഞാപ്പ, കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ലീഗിന്റെ ഓമന കുഞ്ഞാപ്പ. സുപ്രഭാത് രാഘുഭായ്, പാവം ഹിന്ദി അറിയില്ല. ഇനി ഇവരൊക്കെ എപ്പോഴാ ഹിന്ദി പഠിക്കാൻ പോണയാവോ? വേണ്ട, നമുക്കിട്ട് വേണ്ട, നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. ബോലോന ബോലോ ഹിന്ദി നഹി മാലൂ, ഉല്ലു കാ പട്ടാ, ഉല്ലു കാ പട്ടാ. മുസ്ലിം സംഘടനകളുടെ എല്ലാം ഐക്യനിര തീർത്ത് നേടിയ ലീഗ് വിജയം മതേതര വിജയമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. ലീഗ് പിരിച്ചുവിട്ട് അണികൾ കോൺഗ്രസിലോ മറ്റു മതനിരപേക്ഷ പാർട്ടികളിലോ ചേരുകയോ കുറഞ്ഞ പക്ഷം പാർട്ടിയുടെ പേരിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കിയെങ്കിലും ചെയ്തു വേണം ലീഗ് മതേതരത്വത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കാൻ. കാരണം ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒന്ന് മറ്റൊന്നിന് വളമാകുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാണി വിജയം ആട്ടക്കഥ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടെ കടക്കുകയാണ്. താങ്ക്സ് മാരാ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പട്